ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്കിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കാശ്മീർ എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് പഹൽഗാമിലോട്ടാണ്. ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിലോട്ട്. പോകുന്ന വഴിക്ക് നമുക്കിതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം. കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ രണ്ട് സൈഡിലും കൃഷിസ്ഥലങ്ങളാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ഇത്. ഓഗസ്റ്റ് മാസമാണ് കുങ്കുമം കൃഷി ചെയ്ത് തുടങ്ങുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതിൻ്റെ വിളവെടുപ്പ് കാലം. മാർച്ച് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ് പഹൽഗാം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഞങ്ങൾ പോയത് ജൂലൈ മാസത്തിലായിരുന്നു. മഞ്ഞൊക്കെ ഉരുകി ഏകദേശം തീർന്ന ഒരു സമയത്താണ് ഞങ്ങൾ പോയത്. വേനൽക്കാലത്ത് അമർനാഥ് ഗുഹയിലേക്കുള്ള വിശുദ്ധയാത്ര നടക്കുന്നതിനാൽ ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. അരുവാലി, ബേത്വാലി, ചന്ദൻവാരി, മാമലേശ്വര ക്ഷേത്രം മുതലായവയാണ് സന്ദർശിക്കാൻ പറ്റുന്ന മറ്റ് പ്രധാന സ്ഥലങ്ങൾ. പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ തോട്ടത്തിൽ വണ്ടി നിർത്തി ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആപ്പിൾ തോട്ടമൊക്കെ കാണുന്നത്. കാശ്മീരിലെ ആപ്പിൾ സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. ഇവിടെ ആപ്പിൾ കൊണ്ടുള്ള പല ഐറ്റംസും നമുക്ക് കാണാൻ സാധിക്കും. അച്ചാറായും ജാമായും ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തോട്ടത്തിൽ ആപ്പിളും പീച്ചും കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ കടുക് കൃഷി കാണാൻ സാധിക്കും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഭാഗം നല്ലൊരു മഞ്ഞ കളറായിട്ടാണ് നമുക്ക് കാണുക. ഇവിടെ കൂടുതലും കടുകും വീറ്റുമാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ റോഡ് സൈഡിൽ ഒത്തിരി വീടുകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ചെറിയ ചെറിയ ഷോപ്പും അതുപോലെ കച്ചവടം നടത്തുന്ന ആൾക്കാരെ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ പഹൽഗാമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാലത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമ്മൾ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ റോഡ് നല്ല തിരക്കായിരിക്കും. മെയിനായിട്ട് ഇവിടെ ടൂറിസ്റ്റുകളാണ് കൂടുതലും വരുന്നത്. അനന്ത്നാഗിൽ നിന്നും 45 കിലോമീറ്റർ അകലെയായി ലിഡർ നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. സമ്മർ സീസണിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നദി നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് ഇതുപോലെ ആടുകളെ മേയിച്ചു പോകുന്ന ആട്ടിടയന്മാരും അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വീടുകളും ഷോപ്പുകളും ഹോട്ടലുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് കൊണ്ടാണ്. ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് ഈ റോഡ് മൊത്തം ഐസായിരിക്കും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മാർച്ച് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് പഹൽഗാം സന്ദർശിക്കാനുള്ള അനുയോജ്യമായ സമയം. പഹൽഗാമിൽ ഞങ്ങൾ പോകുന്നത് ബൈസാരൻ താഴ്വരയിലോട്ടാണ്. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അതിമനോഹരമായ ഈ ഒരു താഴ്വരയെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നും വിളിക്കാറുണ്ട്. ഇവിടുന്ന് ഇനി കാറൊന്നും അവൈലബിൾ അല്ല നമുക്ക്. കാരണം ഇങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് ഇനി പോവേണ്ടത്. കുന്നും മലകളും കല്ലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള വഴികളാണിത്. ഏകദേശം 1 hour യാത്രയുണ്ട് നമുക്ക്. ഇവിടെ ടാക്സി യൂണിയൻ ഉള്ളതുപോലെ തന്നെ ഹോഴ്സിനും യൂണിയൻ ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആവശ്യമുള്ള ഹോഴ്സിനെ തരും. അവർ പറയുന്ന എമൗണ്ടിനെ കാട്ടിയും കുറച്ച് നമുക്ക് വില പേശി വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് 3 ഹോഴ്സിനും കൂടിയിട്ട് വന്നത് 9000 രൂപയാണ്. അതിൻ്റെ കൂടെ ടിപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോഴ്സിൽ ഞാനും, ഒന്നിൽ എൻ്റെ മോനും, ഒരെണ്ണത്തിൽ ഹസ്ബൻഡും പിന്നെ മോളുമാണ് ഉണ്ടായിരുന്നത്. മോള് ചെറുതായതുകൊണ്ട് തന്നെ 2 പേരും ഒരുമിച്ചാണ് പോയത്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അത്രയും ക്ലാരിറ്റിയും ക്ലിയറിലും ഒക്കെ നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്.
അങ്ങനെ ഫൈനലി നമ്മൾ ബൈസാരം താഴ്വരയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഹോഴ്സിൻ്റെ മേലെ നിന്ന് ഇറങ്ങുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ ഏത് സീസണിൽ വന്നാലും ഈ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. മഞ്ഞുകാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത്രയും പച്ചപ്പൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. താഴെ മുഴുവനും സ്നോ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പൈൻ മരങ്ങളിൽ മുഴുവനും സ്നോ ആയിരിക്കും. അതുപോലെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ റെൻറ്റിന് നമുക്ക് കാശ്മീരി ഡ്രസ്സ് കിട്ടും. അതിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും. അതുകൊണ്ട് അവരുടെ വളർത്തുമൃഗങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. ആട്, അതുപോലെ മുയലുകൾ, പ്രാവുകൾ, ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അതിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ഫുഡ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതുപോലെ തുണി കച്ചവടക്കാരും കാശ്മീരിൻ്റെ തനതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം 1 ഹവറിൻ്റെ മേലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറുന്നത് പോലെയല്ല തിരിച്ചിറങ്ങുന്നത്, വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുതിരകൾ ചിലപ്പോൾ അനുസരണ ഇല്ലാതെ പല വഴിക്കായിട്ട് പോകും. അപ്പോൾ അതിനെ പിടിച്ച് നേരായ വഴിക്കൂടെ കൊണ്ടുപോകേണ്ടതും ഒക്കെ വളരെയധികം റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. അതുപോലെ ചില സ്ഥലത്തൊക്കെ ഇതുപോലെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് ഈ കുതിര പോകുന്നത്. നമ്മൾ അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നത്. എന്നാലും ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെയാണ് ആൾക്കാർ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് അധികം കുതിരകളൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ എങ്ങനെയാണ് നമ്മളെ ബോഡി ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത് കുതിരക്കാർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ഇതിൽ വേണം നമ്മൾ പോകാൻ, അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കയറുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പോകെ പോകെ ആ പേടിയൊക്കെ മാറി. അങ്ങനെ ഏകദേശം 1 ഹവറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഷൂവിലും പാൻറ്റിലൊക്കെ നന്നായി ചെളി ഉണ്ടായിരുന്നു. എന്നാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. പഹൽഗാമിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പഹൽഗാമിൽ നിന്ന് ഇനി നേരെ പോകുന്നത് ഗുൽമർഗിലോട്ടാണ്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്